നമസ്കാരം. കപ്പലിൽ നിന്നും അങ്ങനെ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോഴും എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ ഹോർമോസിൽ കുടുങ്ങി കിടക്കുകയാണ്. അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. ഇറാൻ ഇപ്പോഴും പെർമിഷൻ ഇല്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന പല കപ്പലുകളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഷിപ്പുകളുടെയും എഞ്ചിൻ റൂമിൽ മിസൈലുകൾ വീഴുന്നുണ്ട്. പക്ഷേ ഈ ന്യൂസൊന്നും അങ്ങനെ പുറത്ത് വരാത്തതിൻ്റെ കാരണം ഒന്നാമത് അവർ പെർമിഷൻ ഇല്ലാതെയാണ് കടക്കാൻ ശ്രമിക്കുന്നത്. അതുമല്ല, പല കമ്പനികളുടെയും സൈബർ സെക്യൂരിറ്റി പോളിസി പ്രകാരം ഈ ന്യൂസുകളൊന്നും അങ്ങനെ പുറത്ത് വരുന്നില്ല. ഇതൊക്കെയായാലും നമ്മുടെ നാട്ടിലെ മാങ്ങാക്കാലം കഴിയുന്നതിന് മുന്നേ നാട്ടിലെത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കോഴിക്കോടാണ് വീട്. അവിടെ പെരുന്നാൾക്ക് മുന്നേ നാട്ടിലെത്തണം. ബാംഗ്ലൂരിൽ നിന്ന് കാർ ഓടിച്ചിട്ട് പോകണം. എപ്പോഴും കപ്പലിൽ നിന്ന് വന്നാൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കാർ സ്റ്റാർട്ടാകുമോ എന്നുള്ളത്. കാരണം 3-4 മന്ത്സ്, ഒരു 5 മന്ത്സോളം നമ്മൾ കാർ സ്റ്റാർട്ടാവാതെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റാർട്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. എൻ്റെ വൈഫ് എപ്പോഴും പറയും എനിക്ക് അവളെക്കാളും കൂടുതൽ ഇഷ്ടം കാറുകളെയാണെന്ന്. പക്ഷെ അതിലൊന്നൊരു വാസ്തവമില്ല കേട്ടോ. കാറ് കംപ്ലീറ്റ് കവേർഡ് ആക്കിയിട്ട് പോയതാണ്. സ്റ്റാർട്ട് ചെയ്തു പോട്ടെ. ഒരു കുഴപ്പമില്ലാതെ സ്റ്റാർട്ടായി. ഇതാണ് പെട്രോൾ എഞ്ചിനും അതേപോലെ നമ്മൾ ബാറ്ററി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലുള്ള ഗുണം. GLC ആണ്, മെർസിഡീസ്. കപ്പലിലെ ജോലി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് ഗുണമുണ്ട് കേട്ടോ. നമുക്ക് മെർസിഡീസ് കാറൊക്കെ വാങ്ങാൻ പറ്റും. അധികം ട്രാഫിക് ഇല്ല. പെട്രോളൊക്കെ അടിച്ചു വെക്കാം. എപ്പോഴാണ് വില കൂടുന്നതെന്ന് പറയാൻ പറ്റില്ല. പെട്രോള് ഞാൻ ഇവിടുന്ന് പോകുമ്പം 102 രൂപയായിരുന്നു. ഇപ്പോൾ 110 എന്തായാലും ഹോർമോസിലെ പ്രശ്നം തീരാത്തിടത്തോളം കാലം ഇനിയും പെട്രോൾ ഡീസൽ വില കൂടാനാണ് സാധ്യത. എന്നിരുന്നാലും ഇന്ത്യ പെട്രോൾ ഡീസൽ വാങ്ങുന്നതിൽ ഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇന്ധനക്ഷാമം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.